ബൈബിൾ പഴയ നിയമം പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം മുതൽ. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു, മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക, എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ, വേഗം അവനെ വിശ്വസിക്കുകയുമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം, കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീൻമേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടുനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്, അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല, അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്, അവൻ്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക, വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടേയിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവനെ അവൾ കർക്കശയാണ്, ബുദ്ധിഹീനനെ അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്, അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എൻ്റെ തീരുമാനം സ്വീകരിക്കുക, എൻ്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക, അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്, ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടുമാകും. മഹത്വത്തിൻ്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും, തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തം ഒന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് സമീപിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ലോകാധി കർത്താവേ, വാഴുക നീ സുദിനം. നിന്റെ രക്തത്താൽ വീണ്ടും നീ രക്ഷിച്ചോരീ ഗ്രഹം പാലിച്ചു വാണരുൾക. ആളും ധനങ്ങളും വേലകൾ ജോലികൾ ദുഃഖദുരിതങ്ങളും എല്ലാം കെൽപ്പെടും നിന്നോടെ തൃപ്പാദാരവിൽ കാഴ്ചയണക്കുന്നിതാ. കാരുണ്യമേറുന്ന ദിവ്യ ഹൃദയമേ, നിൻ തിരുവുള്ളം പോലെ മേലിൽ എന്തും ചെയ്യുവാനിതാ സന്നിധ ഭൂമിവ സന്നദ്ധരായിടുന്നു. മോക്ഷത്തിൻ രാജാവേ, ലോകാധി കർത്താവേ, വാഴുക നീ സുദിനം. നിന്റെ രക്തത്താൽ വീണ്ടും നീ രക്ഷിച്ചോരീ ഗ്രഹം പാലിച്ചു വാണരുൾക. ഉറങ്ങാൻ പോകും മുൻപ് നിനക്ക് ഉന്നീത നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം
തന്ന നന്മകൾക്കൊക്കേക്കുമായി നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാം. ഞാനുറങ്ങിടുമ്പോഴെല്ലാം എനിക്കാനന്ദ നിദ്ര തരണം. സർവഭയങ്ങളും നീക്കി നിത്യ നിർവൃതി തന്നരുളേണം. കന്യകമാതാവുമൊപ്പം എന്റെ കാവൽ മാലാഖയും കൂടി രാത്രി മുഴുവനും എന്നെ നോക്കി കാത്തു സൂക്ഷിക്കുക വേണം. ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നീത നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കേക്കുമായി